ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ചതുർത്ഥോധ്യായം. ഇതിൽ ഋഷഭാവതാരത്തെ പറ്റിയിട്ട് പറയുന്നു. ഋഷഭാവതാര ചരിത്രം. ആദ്യത്തെ ശ്ലോകം ശ്രീശുക ഉവാച. അഥഃ തമുൽപത്തൈവാഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമവൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിരനുദിനമേധമാനുഭാവം ഏധമാനാനുഭാവം പ്രകൃതയഃ പ്രജാ ബ്രാഹ്മണാ ദേവതാശ്ചാവനിതല സമവനായാദിതരാം ജഗൃധു. ഒന്നുകൂടി ചൊല്ലാം. അഥഃ തമുൽപത്തൈവാഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമവൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിരനുദിനമേധമാനാനുഭാവം പ്രകൃതയഃ പ്രജാ ബ്രാഹ്മണാ ദേവതാശ്ചാവനിതല സമവനായാദിതരാം ജഗൃധു. തം ഉൽപത്യാ ഏവ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യ ഉപശമവൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭി അനുദിനം ഏധമാന അനുഭാവം ഉള്ളതാണ് പദച്ഛേദം. അപ്പോൾ പദച്ഛേദം ചെയ്തിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്രീശുക ഉവാച. അഥഃ തം ഉൽപത്തൈവ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭി അനുദിനം ഏധമാന അനുഭാവം പ്രകൃതയഃ പ്രജാ ബ്രാഹ്മണാ ദേവതാശ്ച അവനിതല സമവനായ അതിതരാം ജഗൃധു ഉള്ളതാണ് അതിൽ വരിക. ഒന്നാമത്തെ ശ്ലോകത്തിൽ പദം തിരിച്ച് ചൊല്ലുന്ന സമയത്ത്. അപ്പോൾ അഥ അനന്തരം ഉൽപത്യാ ഏവ ജനനത്താൽ തന്നെ അഭിവ്യജ്യമാന ഭംഗലക്ഷണം അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന ആ ഭഗവാന്റെ ലക്ഷണത്തോടു കൂടിയതും എന്ന് പറയാം. അഥ അനന്തരം ഉൽപത്യാ ഏവ ജനനാൽ തന്നെ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന ആ ഭഗവാന്റെ ലക്ഷണത്തോടു കൂടിയും സാമ്യോപശമവൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭി സമഭാവം ഉപശമം വൈരാഗ്യം ഐശ്വര്യം മുതലായിരിക്കുന്ന മഹാവിഭൂതികളാൽ അനുദിനം ദിവസം തോറും ഏധമാനാനുഭാവം വർദ്ധിച്ചു വരുന്ന മാഹാത്മ്യത്തോടു കൂടിയും ഇരിക്കുന്ന തം അവനെ പ്രകൃതയഃ മന്ത്രിമാർ മുതലായവരും പ്രജാ സാധാരണ ജനങ്ങളും ബ്രാഹ്മണാ ബ്രാഹ്മണരും ദേവതാ ദേവതകളും അവനിതല സമവനായ ഭൂതലത്തിൻ്റെ ധർമ്മപരിപാലനത്തിനായിക്കൊണ്ട് അതിതരാം ഏറ്റവും ജഗൃധു അവർ ആഗ്രഹിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. അഥ അനന്തരം ഉൽപത്യാ ഏവ ജനനാൽ തന്നെ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ ആ ലക്ഷണത്തോടുകൂടിയും സാമ്യോപശമവൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭി സമഭാവം ഉപശമം വൈരാഗ്യം ഐശ്വര്യം മുതലായിരിക്കുന്ന മഹാവിഭൂതികളാൽ അനുദിനം ദിവസം തോറും ഏധമാനാനുഭാവം വർദ്ധിച്ചു വരുന്ന ആ മാഹാത്മ്യത്തോടു കൂടിയിരിക്കുന്ന തം അവനെ ഋഷഭദേവൻ പ്രകൃതേഹ മന്ത്രിമാർ മുതലായവരും പ്രജാഹ സാധാരണ ജനങ്ങളും ബ്രാഹ്മണാഹ ബ്രാഹ്മണരും ദേവതാഹ ദേവതകളും അവനിതല സമവനായ ഭൂതലത്തിൻ്റെ ധർമ്മപരിപാലനത്തിനായിക്കൊണ്ട് അതിതരാം ഏറ്റവും ഋഷഭദേവൻ രാജ്യം ഭരിക്കണം എന്നുള്ളത് ജഗൃധു ആഗ്രഹിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നാഭിയുടെ പുത്രനിൽ ജന്മനാ തന്നെ ആ ഈശ്വര ലക്ഷണങ്ങൾ ഉള്ളതായി തോന്നിയിരുന്നു. സമഭാവന, ശാന്തത, വിരക്തി എന്നീ സ്വഭാവ ഗുണങ്ങളോടും അണിമാദികളായിരിക്കുന്ന സിദ്ധികളാകുന്ന മഹാസമ്പത്തോടും നാൾക്കുനാൾ വളർന്നു വന്ന ആ രാജകുമാരനെ മന്ത്രിമാരും പ്രജകളും ബ്രാഹ്മണരും മറ്റും അനുമോദിച്ചു. അദ്ദേഹം ആ രാജ്യഭാരം നടത്തണമെന്നായിരുന്നു അവരുടെ അഭിലാഷം. ഒരു രാജ്യത്തിന് 7 അംഗങ്ങളുണ്ട്. ഇവയാണ് ആ 7 അംഗങ്ങളാണ് അംഗങ്ങൾ. പ്രകൃതികൾ, രാജാവ്, മന്ത്രി, രാജ്യാതിർത്തി, കോട്ട, കോശം, സൈന്യം, മിത്രം. സപ്താംഗങ്ങളാണ്.
സ്വാമ്യമാത്യജനപദദുർഗകോശദണ്ഡമിത്രാണി പ്രകൃതേഹ. അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, സ്വാമ്യമാത്യജനപദദുർഗകോശദണ്ഡമിത്രാണി പ്രകൃതയഃ. സ്വാമ്യമാത്യാ ജനോ ദുർഗം കോശോ ദണ്ഡസ്തഥൈവ ച മിത്രാണ്യേതാ പ്രകൃതയോ രാജ്യം സപ്താംഗമുച്യതേ. യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നുണ്ട്, സ്വാമ്യമാത്യൗ പുരം രാഷ്ട്രം കോശദണ്ഡൗ സുഹൃത്തഥാ സപ്തപ്രകൃതയോ ഹ്യേതാ സപ്താംഗം രാജ്യം ഉച്യതേ. മനുസ്മൃതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ സപ്താംഗങ്ങളോട് കൂടിയിരിക്കുന്ന ആ രാജ്യം ഈ ഋഷഭദേവൻ അവിടെ രാജാവായിട്ട് വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ 3 അധ്യായം കൊണ്ട് ഋഷഭദേവൻ്റെ ആ പുണ്യചരിതമാണ് വർണ്ണിക്കുന്നത്. ഈ ചരിതത്തിൽ ധർമ്മത്തിൻ്റെയും നൈഷ്കർമ്മ്യത്തിൻ്റെയും രഹസ്യം കാണിക്കപ്പെടുന്നു. ഈ 4-ാമത്തെ അധ്യായത്തിൽ 100 പുത്രന്മാരോടുകൂടിയ ഇദ്ദേഹത്തിൻ്റെ ആ രാജ്യഭാരത്തെയാണ് വർണ്ണിക്കുന്നത്. അതാണ് അഥഹ തമുൽപത്യൈവ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിരനുദിനമേധമാനാനുഭാവം പ്രകൃതേഹ പ്രജാഹ ബ്രാഹ്മണ ദേവതാശ്ചാവനിതല സമവനായ അതിതരാം ജഗൃധു. അപ്പോൾ ജനനത്തിൽ തന്നെ ആ കാലടികൾ, കൈത്തരങ്ങൾ എന്നീ ഭാഗങ്ങളിൽ വജ്രം, അങ്കുശം മുതലായ രേഖകൾ ഉള്ളതുകൊണ്ട് ആ ഭഗവാന്റെ അംശമാണെന്ന് ഏവർക്കും അറിയുവാൻ സാധിച്ചിരുന്നു. തൻ്റേത് അന്യൻ്റേത് എന്ന ഭാവം നിമിത്തമുണ്ടാകുന്ന ആ പക്ഷപാതം ഉണ്ടായിരുന്നില്ല. ശാന്തി, വിഷയങ്ങളിൽ ആശയില്ലായ്മ, വൈരാഗ്യം, ലോകത്തിലുള്ളവർക്കില്ലാത്തതായിരിക്കുന്ന സാമർഥ്യവിശേഷമാകുന്ന ഐശ്വര്യം, സർവസമ്പത്തുകളുടെയും സമ്പത്തി, അലൗകികമായിട്ടുള്ള തേജോവിശേഷം എന്നീ ആ മഹാഗുണങ്ങൾ അദ്ദേഹത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനെ കണ്ടറിഞ്ഞ ആ മന്ത്രിമാർ, പ്രജകൾ, ബ്രാഹ്മണർ, ദേവന്മാർ എന്നിവരെല്ലാം അദ്ദേഹം തന്നെ ഭൂതലത്തെ ധർമ്മപ്രകാരം പരിപാലിപ്പാനുള്ള അധികാരം വഹിക്കണമെന്ന് അത്യധികം അവരെ ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. അനന്തരം ജന്മനാ തന്നെ ആ പാദാദികളിൽ വ്യക്തമായി വരുന്ന സർവേശ്വരൻ്റെ അസാധാരണ ചിഹ്നങ്ങളായിരിക്കുന്ന വജ്രം, അങ്കുശം മുതലായവയോടുകൂടിയവനും സാമ്യം, ഉപശമം, വൈരാഗ്യം, ഐശ്വര്യം, സർവഗുണസമ്പന്നത മുതലായവയാൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന പ്രഭാവത്തോട് കൂടിയവനുമായിരിക്കുന്ന ആ തന്തിരുവടിയെ മന്ത്രിമാരും പ്രജകളും ബ്രാഹ്മണരും ദേവന്മാരും എല്ലാം ആ രാജ്യപരിപാലനാർത്ഥം അഭിഷേകം ചെയ്യുവാൻ ഏറ്റവും ആഗ്രഹിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ചതുർത്ഥത്തിലെ ശതപുത്രസ്യ 100 പുത്രന്മാരോട് കൂടിയിട്ട് രാജ്യം തസ്യോപവർണ്ണിത, രാജ്യം ഭരിക്കുന്നതിനെ പറ്റിയിട്ട് ഋഷഭദേവൻ അതിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നു. യസ്യ രാജ്യേ, ആ രാജ്യത്തിലെ ജനങ്ങൾ, ജനങ്ങളെല്ലാവരും സന്തോഷാമൃത നിർവൃത, സന്തോഷവും അമൃത നിർവൃതന്മാരുമായിരിക്കും, സന്തോഷത്താൽ അമൃത നിർവൃതന്മാരായി. ശ്രീശുക ഉവാച, ആദ്യത്തെ ശ്ലോകമാണ്. അഥോൽപത്യൈവ തം ഭഗവല്ലക്ഷണയുതം. ആ ഉൽപ്പത്തി ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിലുള്ള ആ ഭഗവല്ലക്ഷണയുതം, ആ ഭഗവല്ലക്ഷണങ്ങളെ ജ്ഞാത്വ അറിഞ്ഞിട്ട്, അമാത്യാദയോ ആ ഭൃത്യജനങ്ങളും മന്ത്രിമാരും ബ്രാഹ്മണാശ്ചായം ബ്രാഹ്മണന്മാരും ചായം നോ രാജാസ്ത്വിതിച്ഛാം ആ സാധാരണക്കാരും എല്ലാവരും അദ്ദേഹം രാജാവായിട്ട് സ്ത്വിതിച്ഛാം ആ രാജ്യം ഭരിക്കണം എന്നുള്ളത് ഇച്ഛാം ചക്രുഹു അവർ ആഗ്രഹിച്ചു, രാജ്യം ഭരിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. യസ്യ രാജ്യേ ജനഃ സർവഃ, ആ രാജ്യത്തിലുള്ള സർവരും സന്തോഷാമൃത നിർവൃതന്മാരായിരുന്നു. ശ്രീശുകുവാച അഥോൽപത്യൈവതം, ആ ഉൽപ്പത്തി ജനിക്കുമ്പോൾ തന്നെ ആ അദ്ദേഹത്തിലുള്ള ഭഗവല്ലക്ഷണയുതം ജ്ഞാത്വ, ഭഗവല്ലക്ഷണങ്ങളെ, ഭഗവാന്റേതായിരിക്കുന്ന ലക്ഷണങ്ങളെ അറിഞ്ഞിട്ട്, അമാത്യന്മാരും അമാത്യാദയോ ബ്രാഹ്മണശ്ചായം ബ്രാഹ്മണന്മാരും
മറ്റുള്ളവരും നോ അദ്ദേഹം തങ്ങളുടെ രാജാസ്ത്വിതിച്ചാം തങ്ങളുടെ രാജാവായിട്ട് തീരണം എന്ന് അവർ ചക്രുഹു ആഗ്രഹിച്ചു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ശ്രീശുഗൗവാച അഥോൽപത്യൈവതം ഭഗവല്ലക്ഷണയുതം ജ്ഞാത്വാമാത്യാദയോ ബ്രാഹ്മണാശ്ചായം നോ രാജാസ്ത്വിതിച്ഛാം ചക്രുഹു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തസ്യ ഹവാ ഇത്തം വഷ്മണാ വരീയസ ബൃഹത്ശ്ലോകേന ചൗജസാ ബലേന ശ്രിയാ യശസാ വീര്യശൗരാഭ്യാം ച പിതാ ഋഷഭ ഇതീദം നാമ ചകാര. തസ്യ ഹവാ ഇത്തം വഷ്മണാ വരീയസ ബൃഹത്ശ്ലോകേന ചൗജസാ ബലേന ശ്രിയാ യശസാ വീര്യശൗര്യാഭ്യാം ച പിതാ ഋഷഭ ഇതീദം നാമചകാര. അത്യന്തം അശ്രേഷ്ഠവും കവികൾക്ക് ആ പാടി രസിക്കുവാൻ ഉതകുന്നതുമായിരിക്കുന്ന ശരീരപ്രകൃതി. തസ്യ ഹവാ ഇത്തം വഷ്മണ വരീയസ ശ്രേഷ്ഠവും ബൃഹത് ശ്ലോകേന ആ കവികൾക്ക് പാടി രസിക്കാൻ ചൗജസാ ബലേന ആ ശരീരപ്രകൃതി ഓജസ് ബലം ബലേന ശ്രിയാ യശസ് ശ്രീ വീര്യശൗര്യാഭ്യാം സൽപ്പേര് വീര്യം ശൗര്യം ഇത്യാദി ോട് കൂടിയിരിക്കുന്ന അതൊക്കെ പരിഗണിച്ചിട്ട് ആ നാഭി തൻ്റെ പുത്രനെ ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ ഋഷഭൻ, ആ ശ്രേഷ്ഠൻ എന്ന പേരിൻ്റെ പര്യായമായിട്ടാണ് അവിടെ അദ്ദേഹത്തിന് ഋഷഭൻ എന്ന് പേരിട്ടു. ഋഷഭ ഇതീദം നാമ ചകാര എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ ശ്ലോകങ്ങളെ പദം മുറിച്ച് വായിക്കുമ്പോൾ തസ്യ വാ ഇത്തം വഷ്മണാ വരീയസ ബൃഹത് ശ്ലോകേന ച ഓജസാ ബലേന ശ്രിയാ യശസാ വീര്യശൗര്യാഭ്യാം ച പിതാ ഋഷഭ ഇതീദം നാമ ചകാര എന്നുള്ളതാണ് അത് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരീയസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്തം ശ്രേഷ്ഠവും ബൃഹത് ശ്ലോകേന മഹത്തുക്കളായിരിക്കുന്ന കവികളുടെ പദങ്ങൾക്ക് ആശ്രയവും ആയിരിക്കുന്ന വഷ്മണ ശരീരം കൊണ്ടും, വഷ്മണ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും, ഓജസ തേജസ് കൊണ്ടും, ബലേന ശക്തി കൊണ്ടും, ശ്രിയാ ശോഭാതിശയം കൊണ്ടും, യശസ കീർത്തി കൊണ്ടും, വീര്യശൗര്യാഭ്യാം ച പ്രഭാവം ഉത്സാഹം എന്നിവ കൊണ്ടും, തസ്യ അവന് പിതാവ് ഋഷഭ ഇതി ഋഷഭൻ എന്ന നാമ ചകാര നാമധേയം നിശ്ചയിച്ചു. എന്നുകൂടി പറയാം. വരീയസ അത്യന്തം ശ്രേഷ്ഠവും ബൃഹത് ശ്ലോകേന മഹത്തുക്കളായിരിക്കുന്ന കവികളുടെ പദങ്ങൾക്ക് ആശ്രയവും ആയിരിക്കുന്ന വഷ്മണ ശരീരം കൊണ്ടും, ഓജസ തേജസ് കൊണ്ടും, ബലേന ശക്തി കൊണ്ടും, ശ്രിയാ ശോഭാതിശയം കൊണ്ടും, യശസ കീർത്തി കൊണ്ടും, വീര്യശൗര്യാഭ്യാം ച പ്രഭാവം ഉത്സാഹം എന്നിവ കൊണ്ടും, തസ്യ അവന് ആ പിതാവ് ഋഷഭ ഇതി ഋഷഭൻ എന്ന നാമചകാര നാമധേയം നിശ്ചയിച്ചു. പിതാവായിരിക്കുന്ന ആ നാഭി മഹാരാജാവ് സ്വപുത്രനെ ഋഷഭൻ എന്നു നാമകരണം ചെയ്തു. ശ്രേഷ്ഠൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. മഹാകവികൾക്കും വർണ്ണിപ്പാൻ തക്ക യോഗ്യതയുള്ള ഉത്കൃഷ്ടമായിരിക്കുന്ന ശരീരം, ഉജ്ജ്വലമായിരിക്കുന്ന തേജസ്, ശരീരബലം, അസാധാരണ ശോഭാവിശേഷം, അലൗകികമായിരിക്കുന്ന യശസ്, അതിക്രമിപ്പാൻ അസാധ്യമായിരിക്കുന്ന പ്രഭാവം, ക്ഷയിക്കാത്തതായിരിക്കുന്ന ഉത്സാഹം എന്നീ ഗുണങ്ങൾ ആ ആത്മജനിൽ കണ്ടതുകൊണ്ടാണ് ശ്രേഷ്ഠൻ എന്നർത്ഥമായിരിക്കുന്ന ഋഷഭൻ എന്ന പേര് ആ പുത്രന് നിശ്ചയിച്ചത്. അപ്പോൾ ഇപ്രകാരം ഏറ്റവും ശ്രേഷ്ഠവും കവികളാൽ കീർത്തിക്കപ്പെട്ടതുമായിരിക്കുന്ന ശരീരം കൊണ്ടും, തേജസ് കൊണ്ടും, ബലം കൊണ്ടും, ശ്രീ കൊണ്ടും, യശസ് കൊണ്ടും, പ്രഭാവം, ഉത്സാഹം എന്നിവ കൊണ്ടും ആ പിതാവ് അവിടേക്ക് ഋഷഭൻ എന്ന അന്വർത്ഥമായിരിക്കുന്ന പേരിട്ടു. വഷ്മാവ് എന്നുള്ള ശരീരം.
തസ്യ ഹവാ ഇത്തം വഷ്മണാ വരീയസാ ബൃഹത്ശ്ലോകേന ചൗജസാ ബലേന ശ്രിയാ യശസാ വീര്യശൗര്യാഭ്യാം ച പിതാ ഋഷഭ ഇതീദം നാമചകാര. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് പിതാ, ആ പിതാവ് സുയശസ, വളരെ യശസ്സുള്ള വീര്യശൗര്യാദി ഗുണൈഹി, അദ്ദേഹത്തിൻ്റെ ആ ഋഷഭൻ്റെ വീര്യശൗര്യാദി ഗുണങ്ങൾ കൊണ്ട് ഉള്ള ശ്രേഷ്ഠത്വം കൊണ്ട് തസ്യ അവന് ഋഷഭ ഇതി നാമ ചക്രേ, ഋഷഭൻ എന്ന നാമം പേര് ഇട്ടു. പിതാ സുയശസ, ആ പിതാവ് സുയശസ്സായിരിക്കുന്ന വളരെ ഉതകുന്ന വീര്യശൗര്യാദിഭി ഗുണൈഹി, ശൗര്യാദി ഗുണൈഹി, വീര്യശൗര്യാദികൾ ഉള്ള ഗുണങ്ങളുള്ള ആ ഋഷഭദേവൻ്റെ ആ പുത്രൻ്റെ ശ്രേഷ്ഠത്വം കൊണ്ട് തസ്യ അവന് ഋഷഭ ഇതി, ശ്രേഷ്ഠൻ എന്നർത്ഥമുള്ള പേര് ഋഷഭൻ, ഇതി നാമ ചക്രേ എന്ന പേര് അവന് ഇട്ടു എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം വ്യാഖ്യാനം. പിതാ സുയശസ വീര്യശൗര്യാദി ഗുണൈ ശ്രേഷ്ഠത്വാത് തസ്യ ഋഷഭ ഇതി നാമ ചക്രേ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം തസ്യ ഹി ഇന്ദ്ര സ്പർദ്ധമാനോ ഭഗവാൻ വർഷേ ന വവർഷ തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വരഃ പ്രഹസ്യാത്മയോഗമായയാ സ്വവർഷജനാഭം നാമാഭ്യവർഷത്. തസ്യ ഹി ഇന്ദ്രസ്പർദ്ധമാനോ ഭഗവാൻ വർഷേ ന വവർഷ തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വരഃ പ്രഹസ്യാത്മയോഗമായയാ സ്വവർഷമജനാഭം നാമഭ്യവർഷത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തിന് അജനാഭം എന്നാണ് പേര്. ആ ഋഷഭരാജകുമാരൻ്റെ അനിതര സാധാരണമായ ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ ഗുണങ്ങളിൽ അസൂയാലുവായിരിക്കുന്ന തസ്യ ഹി ഇന്ദ്ര സ്പർദ്ധമാനോ, അതിൽ അസൂയാലുവായിരിക്കുന്ന ആ ഇന്ദ്രനാകട്ടെ ആ രാജ്യത്ത് ഭഗവാൻ വർഷേ നവവർഷ, ആ രാജ്യത്ത് മഴ പെയ്യിച്ചില്ല. ഋഷഭരാജകുമാരൻ്റെ അനിതര സാധാരണ ഗുണങ്ങളിൽ അസൂയാലുവായിരിക്കുന്ന ഭഗവാൻ ഇന്ദ്രനാകട്ടെ ആ രാജ്യത്ത് മഴ പെയ്യിച്ചില്ല. ഭഗവാൻ വർഷേ നവവർഷ തത് അവധാര്യ, അപ്പോൾ ആ യോഗേശ്വരനും ഭഗവാൻ ഋഷഭദേവോ, യോഗേശ്വരനും ഭഗവാനുമായിരിക്കുന്ന ഋഷഭൻ പ്രഹസ്യാത്മ യോഗമായയാ, ചിരിച്ചുകൊണ്ട് തൻ്റെ ആ മായാബലം കൊണ്ട്, ചിരിച്ചുകൊണ്ട് തൻ്റെ ആ മായാബലം കൊണ്ട് സ്വവർഷമജനാഭം, ആ മായാബലം കൊണ്ട് അജനാഭം എന്നു പേരായിരിക്കുന്ന ആ രാജ്യത്ത് നാമാഭ്യവർഷത്, ആ രാജ്യത്ത് മഴ പെയ്യിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. തസ്യ ഹി ഇന്ദ്രസ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷത് തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വരഃ പ്രഹസ്യാത്മയോഗമായയാ സ്വവർഷമജനാഭം നാമാഭ്യവർഷത് ഉള്ളതാണ്. അപ്പം അതിലത്തെ ആ പദം മുറിച്ച് വരുമ്പോൾ തസ്യഹ വാ ഇത്തം വഷ്മണാവരി, അത് ഇതിൻ്റെ മുമ്പത്തെ തസ്യ ഹി ഇന്ദ്രഃ സ്പർദ്ധമാനഃ, ആ ഇന്ദ്രൻ അതിൽ അസൂയാലുവായിട്ട് ഭഗവാൻ വർഷേ നവവർഷ, അദ്ദേഹം അവിടെ വർഷം ചെയ്തില്ല. തത് അവധാര്യ, അവിടെ ഭഗവാൻ അവതരിച്ചിട്ട് ഋഷഭദേവൻ എന്ന ആ യോഗേശ്വരഃ തസ്യ അവധാര്യ ഭഗവാൻ ഋഷഭദേവ യോഗേശ്വര പ്രഹസ്യ ആത്മയോഗമായയാ, ചിരിച്ചുകൊണ്ട് തൻ്റെ ആ മായാബലത്വം കൊണ്ട് സ്വവർഷം, ആ അജനാഭം, സ്വവർഷം അജനാഭത്തിൽ വർഷം നാമ അഭ്യവർഷൽ, ആ അജനാഭം എന്ന് പേരുള്ള ആ സ്ഥലത്തെ വർഷത്തെ അഭ്യവർഷൽ, രണ്ടും വിധം വർഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തസ്യ ഹി ഇന്ദ്രഃ സ്പർദ്ധമാനഃ ഭഗവാൻ വർഷേ നവവർഷ തത് അവധാര്യ ഭഗവാൻ
ഋഷഭദേവः യോഗേശ്വരः പ്രഹസ്യ ആത്മയോഗമായയാ സ്വവർഷം അജനാഭം നാമ അഭ്യവർഷത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പർദ്ധമാനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം വിചാരിച്ചിരിക്കുന്ന ഭഗവാൻ ഇന്ദ്രഹ, ആ ഭഗവതംശമായിരിക്കുന്ന ഇന്ദ്രൻ, തസ്യ വർഷേ അവൻ്റെ ആ വർഷത്തിൽ ഭാരതഖണ്ഡത്തിൽ നവവർഷ മഴ വർഷിച്ചില്ല. തത് അവധാര്യ അതിനെ ധരിച്ചിട്ട്, തത് അവധാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ധരിച്ചിട്ടെന്നാണ്. യോഗേശ്വര യോഗങ്ങളുടെ ഫലദാതാവും ഭഗവാൻ, ഭഗവാന്റെ അംശാവതാരവുമായിരിക്കുന്ന ഋഷഭദേവൻ പ്രഹസ്യ പുഞ്ചിരി ചെയ്തിട്ട് ആത്മയോഗമായയാ സ്വന്തം യോഗശക്തി കൊണ്ട് അജനാഭം നാമ സ്വവർഷം അജനാഭം എന്നുകൂടി പേരുള്ള തൻ്റെ ആ ഖണ്ഡത്തെ അഭിവർഷിച്ചു. സ്പർദ്ധമാനഃ ഭഗവാൻ ഇന്ദ്രഃ തസ്യ വർഷേ ന വവർഷ തൽ അവധാര്യ യോഗേശ്വരഃ ഭഗവാൻ ഋഷഭദേവഃ പ്രഹസ്യ ആത്മയോഗമായയാ അജനാഭം നാമ സ്വവർഷം അഭ്യവർഷത്. ആ മത്സരം വിചാരിച്ച ആ ഭഗവാൻ ആ ഭഗവതംശമായിരിക്കുന്ന ഇന്ദ്രൻ അവൻ്റെ ആ ഭാരതഖണ്ഡത്തിൽ വർഷിച്ചില്ല. അതിനെ ധരിച്ചിട്ട് ആ യോഗങ്ങളുടെ ഫലദാതാവും ഭഗവാന്റെ അംശാവതാരവുമായിരിക്കുന്ന ഋഷഭദേവൻ പുഞ്ചിരി ചെയ്തിട്ട് ആ സ്വന്തം യോഗശക്തി കൊണ്ട് ആ അജനാഭം എന്നുകൂടി പേരുള്ള തൻ്റെ ഖണ്ഡത്തിൽ അദ്ദേഹം അഭ്യവർഷൽ ആ വർഷത്തെ പെയ്യിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാനായിരിക്കുന്ന ആ ഇന്ദ്രൻ ആ സ്പർദ്ധയോട് കൂടിയവനായിട്ട് അവിടുത്തെ ആ രാജ്യത്തിൽ വർഷിച്ചില്ല. അത് അറിഞ്ഞ് സർവശക്തനും മഹായോഗേശ്വരനുമായിരിക്കുന്ന ഋഷഭദേവൻ മന്ദഹസിച്ച് തൻ്റെ യോഗശക്തിയാൽ അജനാഭം എന്ന് തൻ്റെ രാജ്യത്ത് വേണ്ടത്ര മഴയുണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനം എന്താണ് പറയണത് നോക്കാം. വ്യാഖ്യാനത്തിൽ തഥാ സ്പർദ്ധമാന, ഇതിൽ സ്പർദ്ധമാനനായിരിക്കുന്ന ഇന്ദ്രൻ തസ്മിൻ അവിടെ ആ ഖണ്ഡേ ആ ഭാരതഖണ്ഡത്തിൽ നവവർഷ വർഷം ചെയ്തില്ല. തഥാ അപ്പോൾ ഋഷഭദേവൻ പ്രഹസ്യ ചിരിച്ചുകൊണ്ട് യോഗബലേനാജനാഭേ സ്വന്തം യോഗബലത്താൽ അജനാഭത്തിൽ സ്വഖണ്ഡേ സ്വന്തം ആ രാജ്യത്ത് വൃഷ്ടിം ചകാര വൃഷ്ടി ചെയ്തു, വർഷിച്ചു എന്നർത്ഥം, മഴ പെയ്യിച്ചു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. തഥാ സ്പർദ്ധമാനഃ ഇന്ദ്രസ്തസ്മിൻ ഖണ്ഡേ, അപ്പോൾ ആ സ്പർദ്ധമാനായിരിക്കുന്ന ഇന്ദ്രൻ ആ ഋഷഭദേവന്റെ ആ ഭാരതഖണ്ഡത്തിൽ നവവർഷ വർഷം ചെയ്തില്ല. തഥാ അപ്പോൾ ആ ഋഷഭദേവൻ പ്രഹസ്യ ചിരിച്ചുകൊണ്ട് സ്വയോഗബലേന ആജനാഭേ സ്വന്തം യോഗബലത്താൽ ആ ആജനാഭത്തിൽ സ്വഖണ്ഡേ സ്വന്തം ഖണ്ഡത്തിൽ വൃഷ്ടിം ചകാര വൃഷ്ടിയെ ചെയ്തു. തഥാ സ്പർദ്ധമാനഃ ഇന്ദ്രസ്തസ്മിൻ ഖണ്ഡേ നവവർഷ തഥാ ഋഷഭദേവഃ പ്രഹസ്യ സ്വയോഗബലേന ആജനാഭേ സ്വഖണ്ഡേ വൃഷ്ടിം ചകാര എന്നാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഭഗവത് ശബ്ദത്തിന് ഋഷഭരാജകുമാരൻ്റെ അനിതര സാധാരണമായ ഗുണങ്ങളിൽ അസൂയാലുവായിരിക്കുമെന്ന ഭഗവാൻ ഇന്ദ്രനാകട്ടെ രാജ്യത്ത് മഴ പെയ്ച്ചില്ല. അപ്പോൾ യോഗേശ്വരനും ഭഗവാനുമായ ഋഷഭൻ ചിരിച്ചുകൊണ്ട് സ്വന്തം മായാബലം കൊണ്ട് അജനാഭം എന്നു പേരായ രാജ്യത്ത് മഴ പെയ്ച്ചു എന്നുണ്ട്. ഭഗവത് ശബ്ദത്തിന് ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഉൽപ്പത്തിം പ്രളയം ജൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി വിഷ്ണുപുരാണത്തിൽ പറയുന്നു. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ വീര്യസ്യ യശസഃ ശ്രിയഃ ജ്ഞാനവൈരാഗ്യയോഗൈശ്ച ഷണ്ണാം ഭഗ ഇതീരിണ. ഭഗവാന്റെ 6 ആ ഐശ്വര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ വീര്യസ്യ യശസഃ ശ്രിയഃ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിണ
ഈ ഭഗങ്ങൾ ഐശ്വര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഭഗവാൻ എന്ന് പറയുന്നു. ഈ ഗുണങ്ങളുള്ളവൻ ഭഗവാൻ. ഇന്ദ്രൻ ആദ്യത്തെ പ്രമാണാനുസാരണയും ഋഷഭദേവൻ ഐശ്വര്യാദികളാലും ഭഗവാന്മാരാണ്. ഇന്ദ്രൻ ആദ്യത്തെ പ്രമാണം അനുസരിച്ചിട്ട്, അതായത് ആ വിഷ്ണു പുരാണത്തിലെ പ്രമാണം അനുസരിച്ചിട്ട് ഇന്ദ്രൻ ഭഗവാനാണ്. അതുപോലെ രണ്ടാമത്തെ ആ 6 ഐശ്വര്യങ്ങളെ പറ്റിയിട്ട് പറയുന്ന ഇത് പ്രകാരം അദ്ദേഹവും ഭഗവാനാണ്. അപ്പോൾ ഇന്ദ്രൻ നവവർഷ എന്നും ഋഷഭദേവൻ അഭ്യവർഷ എന്നുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഉപസർഗയോഗത്താൽ ഋഷഭദേവൻ്റെ വർഷമാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് കാണിക്കാനാണ് അഭ്യവർഷത്ത് എന്ന് പറയുന്നത്. വർഷശബ്ദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങളിലുള്ള ആ ആവർത്തനം, ആ ശബ്ദാലങ്കാരം ആയിട്ട് ഇവിടെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 4-ാമത്തെ ശ്ലോകം. നാഭിസ്തു യഥാഭിലഷിതം സുപ്രജാസ്ത്വവരുദ്ധ്യാദി പ്രമോദഭര വിഹ്വലോ ഗദ്ഗദാക്ഷരയാ ഗിരാസ്വൈരം ഗൃഹീത നരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിർ വത്സ താദേതി സാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഃ. എന്നുകൂടി വായിക്കാം. നാഭിസ്തു യഥാഭിലഷിതം സുപ്രജാസ്ത്വവരുദ്ധ്യാദി പ്രമോദഭര വിഹ്വലോ ഗദ്ഗദാക്ഷരയാ ഗിരാസ്വൈരം ഗൃഹീത നരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിർവത്സ താദേതി സാനുരാഗമുപലാളയൻ പരാം നിർവൃതി ഉപഗതഃ. തൻ്റെ ഇച്ഛയനുസരിച്ചുള്ള ആ ഗുണഗണങ്ങൾ, യഥാഭിലഷിതം തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഗുണഗണങ്ങൾ തികഞ്ഞ ആ സൽപുത്രലബ്ധിയിൽ നാഭി സന്തോഷാതിരേകം കൊണ്ട് തൊണ്ടയിടറിയ സുപ്രജാസ്ത്വവരുദ്ധ്യാദി അവരുദ്ധമായി കണ്ഠമവരുദ്ധമായി തൊണ്ടയിടറിക്കൊണ്ട് പ്രമോദഭര വിഹ്വലോ ഇടറിയ ആ വാക്കുകളാൽ നാഭി ഭഗവാനും സ്വേച്ഛയാ മനുഷ്യാവതാരം സ്വീകരിച്ചവനും പുരാണപുരുഷനും ഗിരാസ്വൈരം ഗൃഹീത നരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം. അപ്പോൾ ആ നാഭി ഭഗവാൻ സ്വേച്ഛയാ മനുഷ്യാവതാരം സ്വീകരിച്ചവനും പുരാണപുരുഷനുമായിരിക്കുന്ന ആ മകനെ മടിയിലിരുത്തി പുരാണപുരുഷം മായാവിലസിതം അതിർവത്സതാദേതി സാനുരാഗ ഉപലാളയൻ പരാം നിർവൃതിം ഉപഗതഃ. ആ പുരാണപുരുഷനുമായിരിക്കുന്ന ആ ഋഷഭദേവനെ മകനെ മടിയിലിരുത്തിയിട്ട് ഉണ്ണി മകനെ എന്നിങ്ങനെ വാത്സല്യപൂർവം വിളിച്ച് ആ സന്താന സൗഖ്യത്തിൻ്റെ ആ പരമാനന്ദാവസ്ഥയെ അനുഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ വിരോധഭാവത്തെ പ്രകാശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന ഇന്ദ്രൻ ആ ഭാരതഖണ്ഡത്തിൽ വർഷിക്കാതിരുന്നു. അങ്ങനെ ഇന്ദ്രൻ്റെ സ്പർദ്ധ കണ്ടിട്ട് ആ യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഋഷഭദേവൻ മന്ദഹാസം ചെയ്തുകൊണ്ട് ആ അജനാഭം എന്നു പേരുള്ള ആ സ്വഖണ്ഡത്തിൽ ഏതേത് ഭാഗത്ത് എത്ര ജലം ആവശ്യമോ ആ ഭാഗത്തിൽ സ്വയോഗമായ പ്രഭാവത്താൽ വർഷിച്ചു. അത് കഴിഞ്ഞിട്ട് നാഭിഹി തു, ആ നാഭിയാകട്ടെ യഥാഭിലഷിതം ആഗ്രഹിച്ചതുപോലെ തന്നെ സുപ്രജാസ്ത്വം ശോഭനസന്താനയുക്തൻ എന്ന ഭാവത്തെ അവരുദ്ധ്യ പ്രാപിച്ചിട്ട് പ്രമോദഭരവിഹ്വല സന്തോഷാധിക്യത്താൽ പരവശനായിട്ട് ഗദ്ഗദാക്ഷരയാ ഗിര ഗദ്ഗദങ്ങളായിരിക്കുന്ന അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്ന വാക്കുകളെ കൊണ്ട് സ്വൈരം ഗൃഹീത നരധർമ്മം സ്വേച്ഛയാ സ്വീകരിച്ച ആ മനുഷ്യ ശരീരത്തോടു കൂടിയ ഭഗവന്തം ഭഗവാനായിരിക്കുന്ന പുരാണപുരുഷനെ വിലസിതമതി മായയുടെ ആവേശത്തോടു കൂടിയ ബുദ്ധിയോടു കൂടിയവനായിട്ട് വത്സ താത ഇതി ബാലക സൗമ്യ എന്നിങ്ങനെ സാനുരാഗം അനുരാഗപൂർവം ഉപലാളയൻ സമീപത്തിരുത്തിൽ ആളിക്കുന്നവനായിട്ട് പരാം നിർവൃതിം അലൗകികാനന്ദത്തെ ഉപഗതഃ പ്രാപിച്ചു. എന്നും കൂടി പറയാം. നാഭിഹിത്തു നാഭിയാകട്ടെ യഥാഭിലഷിതം ആഗ്രഹിച്ചതുപോലെ തന്നെ സുപ്രജാസ്ത്വം ശോഭന സന്താനയുക്തൻ എന്ന ആ ഭാവത്തെ അവരുദ്ധ്യ പ്രാപിച്ചിട്ട് പ്രമോദഭരവിഹ്വല സന്തോഷാധിക്യത്താൽ പരവശനായിട്ട് ഗദ്ഗദാക്ഷരയാ ഗിര ഗദ്ഗദങ്ങളായിരിക്കുന്ന അക്ഷരങ്ങളടങ്ങിയ വാക്കുകളെ കൊണ്ട് സ്വൈരം ഗൃഹീത നരധർമ്മം
സ്വേച്ഛയാ സ്വീകരിച്ച ആ മനുഷ്യ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആ താൻ ഭഗവന്തം പുരാണപുരുഷം, ഭഗവാനായ പുരാണപുരുഷനെ മായാവിലസിതമതിഹി, മായയുടെ ആവേശത്തോടു കൂടിയ ബുദ്ധിയോടു കൂടിയവനായിട്ട് വത്സതാത ഇതി ബാലക ഇതി ബാലക സൗമ്യ എന്നിങ്ങനെ സാനുരാഗം അനുരാഗപൂർവം ഉപലാളയൻ സമീപത്തിരുത്തി ലാളിക്കുന്നവനായിട്ട് സമീപത്തിരുത്തി ലാളിക്കുന്നവനായിട്ട് പരാം നിർവൃത്തിയും അലൗകികാനന്ദത്തെ ഉപഗത പ്രാപിച്ചു. അപ്പോൾ നാഭിഹി യഥാഭിലഷിതം സുപ്രജാസ്ത്വം അവരുദ്ധ്യ പ്രമോദഭരവിഹ്വല ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീതനരധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിഹി വത്സതാത ഇതി സാനുരാഗം ഉപലാളയൻ പരാം നിർവൃത്തിം ഉപഗതഃ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നാഭിയാകട്ടെ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ശോഭന സന്താനയുക്തൻ എന്ന ഭാവത്തെ പ്രാപിച്ചിട്ട് ആ സന്തോഷാധിക്യത്താൽ പരവശനായിട്ട് ഗദ്ഗതങ്ങളായിരിക്കുന്ന അക്ഷരങ്ങൾ അടങ്ങുന്ന വാക്കുകളെ കൊണ്ട് സ്വേച്ഛയാ സ്വീകരിച്ച മനുഷ്യ ശരീരത്തോടുകൂടി ആ പുരാണ പുരുഷനായിരിക്കുന്ന ഭഗവാനെ ആ മായയുടെ ബുദ്ധിയോടുകൂടിയവനായിട്ട് ബാലക സൗമ്യ എന്നിങ്ങനെ അനുരാഗപൂർവം ആ സമീപത്തിരുത്തിൽ ആളിക്കുന്നവനായിട്ട് ആ അലൗകികമായിരിക്കുന്ന ആനന്ദത്തെ പ്രാപിച്ചു. നാഭിയാകട്ടെ താൻ ആഗ്രഹിച്ചതനുസരിച്ച് സിദ്ധിച്ച സ്വസന്താനം നിമിത്തം ഉള്ളിലടങ്ങാത്ത സന്തോഷാധിക്യത്താൽ പരവശനായി ഭവിച്ചു. ഈശ്വരൻ തന്നെ സ്വേച്ഛയാ മനുഷ്യ ശരീരത്തെ ധരിച്ച് സ്വപുത്രഭാവത്തെ അംഗീകരിച്ചിരിക്കുന്നതാണെന്ന് മായാവേശം നിമിത്തം അറിയാത്തതിനാൽ പുത്രനിലുള്ള പരമാനുരാഗത്തെ പ്രകാശിപ്പിക്കുന്നവനായിട്ട് വത്സ താത എന്നിങ്ങനെ ഗൽഗതാക്ഷര വാക്കുകളാൽ വിളിച്ച് അരികത്തിരുത്തിലാളിക്കുന്ന സമയം പരമാനന്ദത്തെ പ്രാപിച്ചു. ഗൃഹീത നരലോക സധർമ്മം എന്ന് പാഠാന്തരം. സ്വേച്ഛയാ സ്വീകരിച്ച മനുഷ്യാവതാര ധർമ്മത്തോടു കൂടി എന്നർത്ഥം. അപ്പോൾ ഇവിടെ നാഭിയാകട്ടെ തൻ്റെ ഇഷ്ടം പോലെ തന്നെ ഉത്കൃഷ്ടനായിരിക്കുന്ന പുത്രനെ പ്രാപിച്ച് അത്യാനന്ദപരവശനും മായാമോഹിത ചിത്തനുമായിട്ട് സ്വേച്ഛയാ മനുഷ്യനാട്യം എടുത്തവനും ഭഗവാനുമായിരിക്കുന്ന തന്തിരുവടിയെ ഹേ വത്സ ഹേ താത എന്നിപ്രകാരം ഗൽഗതത്തോടു കൂടിയ വാക്കുകൊണ്ട് അനുരാഗപൂർവ്വം ലാളിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിച്ചു. അപ്പോൾ ഇതിലത്തെ പദം തിരിച്ചിട്ടുള്ള ഇതെങ്ങനെയാണെന്ന് നോക്കാം. നാഭിസ്തു യഥാ അഭിലഷിതം സുപ്രജസ്ത്വം അവരുദ്ധ്യ അതിപ്രമോദഭരവിഹ്വലഃ ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരലോക സധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിഹി വത്സതാദേതി സാനുരാഗം ഉപലാളയൻ പരാം നിർവൃതിം ഉപഗത എന്നുള്ളതാണ് വരിക. പദങ്ങളെ ഛേദിച്ചിട്ടുള്ള ശ്ലോകം. നാഭിസ്തു യഥാ അഭിലഷിതം സുപ്രജസ്ത്വം അവരുദ്ധ്യ അതിപ്രമോദഭരവിഹ്വലഃ ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിഹി വത്സതാദേതി സാനുരാഗം ഉപലാളയൻ പരാം നിർവൃത്തിം ഉപഗതഃ ഉള്ളതാണ് വരിക. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. നാഭിഹി, അപ്പോൾ നാഭിയാകട്ടെ സ്വേച്ഛയാ സ്വന്തം ഇച്ഛ കൊണ്ട് ഗൃഹീത മനുഷ്യദേഹം എടുത്തിട്ടുള്ള മനുഷ്യദേഹത്തോടു കൂടിയ ഹരിയെ സുപുത്രം പ്രാപ്യ തൻ്റെ പുത്രനായിട്ട് പ്രാപിച്ച് പ്രേമവിഹ്വലനായിട്ട് ഗദ്ഗദവാണിയാൽ ഹേ വത്സ താദേതി അല്ലയോ പുത്ര എന്നൊക്കെ വിളിച്ച് ലാളിച്ച് പരമമായിരിക്കുന്ന ഹർഷത്തെ പ്രാപിച്ചു, പരമമായിരിക്കുന്ന സന്തോഷത്തെ പ്രാപിച്ചു. നാഭിഹി സ്വേച്ഛയാ, ആ നാഭി സ്വേച്ഛ കൊണ്ട് ഗൃഹീത മനുഷ്യദേഹം സ്വീകരിച്ചിരിക്കുന്ന
ഹരിം സുപുത്രം സുപുത്രനായിരിക്കുന്ന ഹരിയെ പ്രാപിച്ചിട്ട് പ്രേമവിഹ്വലനായിട്ട് ഗദ്ഗദവാണികളെ കൊണ്ട് ഗദ്ഗദാക്ഷനായിട്ട് ഹേ വത്സ താത എന്നുള്ള പദങ്ങളൊക്കെ ഇങ്ങനെ ഇടവിട്ട് പറഞ്ഞ് ലാളന കൊണ്ട് പരമമായിരിക്കുന്ന ആ ഹർഷം സന്തോഷത്തെ പ്രാപിച്ചു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നാഭിഹി സ്വേച്ഛയാ ഗൃഹീതമനുഷ്യദേഹം ഹരിം സുപുത്രം പ്രാപ്യ പ്രേമവിഹ്വലോ ഗദ്ഗദവാണ്യാ ഹേ വത്സ താതേതി ലാളയൻ പരം ഹർഷം പ്രാപ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 5-ാമത്തെ ശ്ലോകം. അടുത്ത വിദിതാനുരാഗമാ പൗരപ്രകൃതി ജനപദോ രാജാ നാഭിരാത്മജം സമയസേതുരക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേഷൂപതിഥായ സഹമേരുദേവ്യാ വിശാലായാം പ്രസന്നനിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവമുപാസീനഃ കാലേന തന്മഹിമാനമവാപ. വിദിതാനുരാഗമാ പൗരപ്രകൃതി ജനപദോ രാജാ നാഭിരാത്മജം സമയസേതുരക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേഷു ഉപനിധായ സഹ മേരുദേവ്യാ വിശാലായാം പ്രസന്നനിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവമുപാസീനഃ കാലേന തൻ മഹിമാനം അവാപ. ആ പ്രജാഭിലാഷത്തെ മാനിക്കുന്നവനായിരിക്കുന്ന ആ നാഭിചക്രവർത്തി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രജാഭിലാഷത്തെ മാനിക്കുന്നവനായിരിക്കുന്ന നാഭിചക്രവർത്തി പൗരജനങ്ങളടക്കം സർവരുടെയും വാത്സല്യനിധിയായിരിക്കുന്ന ആ പുത്രനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. രാജാവ് ധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കണം. ആ വിഷയത്തിൽ തൻ്റെ പുത്രനെ ഉപദേശിപ്പാൻ രാജധർമ്മങ്ങൾ നന്നായി അറിയുന്ന ബ്രാഹ്മണരെ നിയോഗിച്ചു. അനന്തരം ആ നാഭി പത്നിയായ മേരുദേവിയോട് കൂടിയിട്ട് ബദരി ആശ്രമത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് സമാധിയാകുന്ന തപശ്ചര്യയോടെ നരനാരായണ രൂപത്തിലിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ ഉപാസിച്ച് ഭഗവൻ മഹിമയെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വിദിതാനുരാഗമാ പൗരപ്രകൃതി, ആ അനുരാഗം നിമിത്തം, ആ പുത്രനോടുള്ള വാത്സല്യ നിമിത്തം ജനപദോ രാജ, ആ പ്രജാഭിലാഷത്തെ മാനിക്കുന്നവനായിരിക്കുന്ന ആ നാഭിചക്രവർത്തി ആ പൗരജനങ്ങളുടെയും സർവരുടെയും പ്രകൃതി ജനപദോ രാജാ നാഭി ആത്മജം സമയസേതുരക്ഷായാം അഭിഷിച്യ, ആ പുത്രനെ രാജാവായിട്ട് അവരുടെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് പുത്രനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യിച്ചു. ബ്രാഹ്മണേഷൂപനിധായ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ കൊണ്ട് ഉപദേശങ്ങളൊക്കെ ചെയ്യിച്ച് സഹ മേരുദേവ്യ, സ്വന്തം പത്നിയായിരിക്കുന്ന മേരുദേവിയോടുകൂടി വിശാലായാം, ആ ഹിമാലയത്തിൽ പോയിട്ട് വിശാലായാം ബദരികാശ്രമത്തിൽ പോയിട്ട് പ്രസന്ന നിപുണേന, വളരെ പ്രസന്നനായിക്കൊണ്ട് അത്യധികം നൈപുണ്യത്തോട് കൂടിയിട്ട് തപസ് ചെയ്ത് സമാധിയോഗേന, സമാധിയോഗം കൊണ്ട് നരനാരായണാഖ്യം, നരനാരായണന്മാർ പറഞ്ഞ് ആഖ്യാനം ചെയ്തിരിക്കുന്ന ഭഗവന്തം, അവർ പറഞ്ഞു കൊടുത്ത ആ ഭഗവാനെ വാസുദേവമുപാസേന, വാസുദേവനെ ഉപാസന ചെയ്ത് കാലേന തന്മഹിമാനം അവാപ, അവിടെ ആ ഭഗവൻ മഹിമയെ പ്രാപിച്ചു. മഹാവിഷ്ണുവിനെ ഉപാസിച്ച് ഭഗവൻ മഹിമയെ പ്രാപിച്ചു എന്നർത്ഥം. അപ്പോൾ പ്രജാഭിലാഷത്തെ മാനിക്കുന്നവനായിരിക്കുന്ന നാഭിചക്രവർത്തി പൗരജനങ്ങളടക്കം സർവരുടെയും വാത്സല്യനിധിയായിരിക്കുന്ന ആ പുത്രനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് രാജാവിൻ ധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കണം. ആ വിഷയത്തിൽ തൻ്റെ പുത്രനെ ഉപദേശിപ്പാൻ രാജധർമ്മങ്ങൾ നന്നായി അറിയുന്ന ബ്രാഹ്മണരെ നിയോഗിച്ചു. അനന്തരം നാഭി പത്നിയായ മേരുദേവിയോട് കൂടിയിട്ട് ബദര്യാശ്രമത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് ആ സമാധിയാകുന്ന തപശ്ചര്യകൾ ചെയ്ത് നരനാരായണ രൂപത്തിലിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ, നരനാരായണ രൂപത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഉപാസിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്.
വിശാല എന്ന് പറഞ്ഞാൽ ബദരി ആശ്രമം. വിശാല ബദരി എത്ര നരനാരായണാശ്രമം. ജനപദ ജനങ്ങൾ, പൗരാദിഹ രാജാക്കന്മാർ പ്രജകളുടെ അഭിലാഷമാണ് പ്രമാണമായിട്ട് അംഗീകരിച്ചിരുന്നത്. പ്രജാധിപത്യം എന്ന ആശയം പുത്തനല്ല, അതിപ്രാചീനം ആണെന്ന് ഇവിടെ കണ്ടുവല്ലോ. അപ്പോൾ നാഭിയെ നന്നേ കുട്ടിയായിരിക്കുമ്പോഴാണ് രാജ്യഭാരം ഏൽപ്പിച്ചതെന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ വരുന്നു. ഉപനയനം പോലും അതിൽ പിന്നെയാണെന്ന് കാണാം. അപ്പോൾ ധ്രുവസന്ധി ഉപനയനം പോലും പിന്നീടാണ് ആ നാഭിക്ക് ഇതാക്കിയതെന്നുള്ളത് പിന്നീട് കാണാം. അപ്പോൾ നാഭിസ്തു യഥാഭിലഷിതം. വിദിതാനുരാഗം ആ പൗരപ്രകൃതി ജനപദോ അല്ലേ. അപ്പോൾ ഇവിടെ ആ പൗരപ്രകൃതി ജനപദ, പൗരന്മാർ തുടങ്ങിയിട്ടുള്ള പ്രകൃതി ജനം ആകുന്ന ആ പ്രമാണത്തോടു കൂടിയ നാഭിരാജാവ് വിദിതാനുരാഗം അറിയപ്പെട്ട അനുരാഗത്തോടു കൂടിയ ആത്മജം പുത്രനെ സമയസേതുരക്ഷായാം, സമയാനുസരണ മര്യാദയെ രക്ഷിക്കുന്നതിൽ അഭിഷേകം ചെയ്തിട്ട് ബ്രാഹ്മണേഷു, ആ ബ്രാഹ്മണരിൽ ഉപരിനിധായ സമർപ്പിച്ചിട്ട് മേരുദേവ്യാ സഹ, ആ മേരുദേവിയോട് കൂടിയിട്ട് വിശാലായാം ബദരികാശ്രമത്തിൽ പ്രസന്ന നിപുണേന തപസാ, പ്രസന്നവും നിപുണവുമായിരിക്കുന്ന തപസ്സുകൊണ്ടും സമാധിയോഗം കൊണ്ടും നരനാരായണാഖ്യം, നരനാരായണൻ എന്ന പേരോടുകൂടിയ ഭഗവന്തം വാസുദേവം, ഭഗവാനായിരിക്കുന്ന വാസുദേവനെ ഉപാസീനഹ ഭജിക്കുന്നവനായിട്ട് കാലത്താൽ തന്മഹിമാനം അദ്ദേഹത്തിൻ്റെ മഹിമയെ അവാപ പ്രാപിച്ചു. കൂടി പറയാം. ആ പൗരപ്രകൃതി ജനപദ, പൗരന്മാർ തുടങ്ങിയിട്ടുള്ള ആ പ്രകൃതി ജനമാകുന്ന പ്രമാണത്തോടു കൂടിയിരിക്കുന്ന നാഭിരാജാവ് വിദിതാനുരാഗം, അറിയപ്പെട്ട അനുരാഗത്തോടു കൂടിയ ആത്മജം പുത്രനെ സമയസേതുരക്ഷായാം, സമയാനുസരണ മര്യാദയെ രക്ഷിക്കുന്നതിൽ അഭിഷേകം ചെയ്തിട്ട് ബ്രാഹ്മണേഷു, ആ ബ്രാഹ്മണരിൽ ഉപനിധായ സമർപ്പിച്ചിട്ട് മേരുദേവ്യാസഹ, മേരുദേവിയോട് കൂടിയിട്ട് വിശാലായാം ബദരികാശ്രമത്തിൽ പ്രസന്ന നിപുണേന തപസ, പ്രസന്നവും നിപുണവുമായിരിക്കുന്ന തപസ്സുകൊണ്ടും സമാധിയോഗം കൊണ്ടും നരനാരായണാഖ്യം, നരനാരായണൻ എന്ന പേരോടുകൂടിയ ഭഗവന്തം വാസുദേവം, ഭഗവാനായിരിക്കുന്ന വാസുദേവനെ ഉപാസീനഹ ഭജിക്കുന്നവനായിട്ട് കാലത്താൽ തന്മഹിമാനം അദ്ദേഹത്തിൻ്റെ മഹിമയെ അവാപ പ്രാപിച്ചു. അപ്പോൾ നാഭിയാകട്ടെ താൻ അതനുസരിച്ച് സിദ്ധിച്ച സ്വസന്താന നിമിത്തം ഉള്ളിൽ അടങ്ങാത്ത സന്തോഷാധിക്യത്താൽ പരവശനായി ഭവിച്ചു. ഈശ്വരൻ തന്നെ സ്വേച്ഛയാ മനുഷ്യ ശരീരത്തെ ധരിച്ച് സ്വപുത്രഭാവത്തെ അംഗീകരിച്ചിരിക്കുന്നതാണെന്ന് ആ മായാവേശ നിമിത്തം അറിയാഞ്ഞതിനാൽ പുത്രനിലുള്ള പരമാനുരാഗത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് വത്സാതാത എന്നിങ്ങനെ ഗദ്ഗദാക്ഷര വാക്കുകളാൽ വിളിച്ച് അദ്ദേഹത്തെ ആ ഋഷഭദേവനെ അരികിലിരുത്തി ലാളിക്കുന്ന സമയം പരമാനന്ദത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മന്ത്രിമാർക്കും സാധാരണ ജനങ്ങൾക്കും ആ പൗരന്മാർക്കും ആ സ്വപുത്രനിൽ പരമാനുരാഗമുള്ളതായിട്ട് ആ നാഭി രാജാവ് അറിഞ്ഞു. അവരുടെ അഭിപ്രായത്തെ പ്രമാണമായിട്ട് സ്വീകരിച്ചിട്ട് അവരുടെ സമ്മതപ്രകാരം കാലോചിത ധർമ്മ സംരക്ഷണത്തിൽ ആത്മജനെ അഭിഷേകം ചെയ്തു. ആ ബ്രാഹ്മണ വശവർത്തിയായിട്ട് ആ രാജ്യപരിപാലനം ചെയ്യുവാൻ നിശ്ചയിച്ച് ഭാര്യയായ മേരുദേവിയോടുകൂടി വാനപ്രസ്ഥാശ്രമധർമ്മത്തെ സ്വീകരിച്ച് ബദരി പ്രവേശിച്ചു. പരന്മാരെ അനുഗ്രഹിക്കുന്നതിൽ സമർത്ഥം ആയിരിക്കുന്ന തപസ്സുകൊണ്ടും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുന്നതായിരിക്കുന്ന സമാധിയോഗം കൊണ്ടും നരനാരായണൻ എന്ന സുപ്രസിദ്ധ നാമത്തെ അംഗീകരിച്ച് ആ ബദര്യാശ്രമത്തിൽ ഭക്താനുഗ്രഹത്തിനായിട്ട് പ്രത്യക്ഷമൂർത്തിയായി വിളങ്ങുന്ന ആ ഭഗവാൻ വാസുദേവനെ സേവിച്ചു പോന്നു. ബഹുകാലാഭ്യാസത്താൽ ജീവൻ മുക്തനിലയെ പ്രാപിച്ചു. ജനഹിതത്തെ പ്രമാണമാക്കുന്ന രാജാവ് നാഭി ജനങ്ങളുടെയും മന്ത്രിമാരുടെയും എല്ലാം ആ സ്നേഹപാത്രത്വേന അറിയപ്പെട്ട ആ പുത്രനെ ധർമ്മമര്യാദകളുടെ രക്ഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്തു. ആ ബ്രാഹ്മണരിൽ ഏൽപ്പിച്ച് പത്നിയായിരിക്കുന്ന മേരുദേവിയോട് കൂടിയിട്ട് ബദരി ചെന്ന് പ്രസന്നവും തീവ്രവും ആയിരിക്കുന്ന തപസ്സുകൊണ്ടും സമാധി കൊണ്ടും നരനാരായണ സ്വരൂപിയും സർവേശ്വരനുമായിരിക്കുന്ന തന്ത്രിവടിയെ സേവിച്ച് ക്രമത്തിൽ മുക്തനായിട്ട് തീർന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് പദം മുറിച്ച് ചൊല്ലുമ്പോൾ
വിദിതാനുരാഗം അപൗര പ്രകൃതി ജനപദ രാജാനാഭി ആത്മജം സമയസേതു രക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേഷു ഉപനിധായ സഹ മേരുദേവ്യാ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധി യോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീനഃ കാലേന തന്മഹിമാനം അവാപ എന്നുള്ളതാണ് വരിക. വിദിതാനുരാഗം അപൗര പ്രകൃതി ജനപദ രാജാനാഭി ആത്മജം സമയസേതുരക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേഷു ഉപനിധായ സഹ മേരുദേവ്യാ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീനഃ കാലേന തന്മഹിമാനം അവാപ. ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് എന്താ പറഞ്ഞത് നോക്കാം. താദേതി നാളയൻ പരം ഹർഷം പ്രാപ സ്വപുത്രേണ സർവേഷാം പ്രീതിം ദൃഷ്ട്വാ. സ്വപുത്രനിൽ ബാക്കിയുള്ളവർക്കെല്ലാമുള്ള പ്രീതിയെ കണ്ടിട്ട്, ആ പ്രജകൾക്കുള്ള പ്രീതിയെ കണ്ടിട്ട്, സ്വപുത്രേ സർവേഷാം പ്രീതിം ദൃഷ്ട്വാ ധർമ്മരക്ഷണാർത്ഥ ഋഷഭദേവം, ധർമ്മരക്ഷണാർത്ഥത്തിനായിട്ട് ആ ഋഷഭദേവനെ രാജ്യേഭിഷിച്ച, രാജ്യാഭിഷേകം ചെയ്ത് ബ്രാഹ്മണനാം ഉത്സംഗേ, ബ്രാഹ്മണരുടെ സമീപത്ത് കൊണ്ടുപോയിട്ട് നിധായ സ്വയം പത്നിയ, വേണ്ട വിധത്തിൽ അവരെ കൊണ്ട് ഉപദേശിപ്പാനൊക്കെ ഏൽപ്പിച്ചിട്ട് സ്വയം പത്നിയാസഹ, പത്നിയോട് കൂടിയിട്ട് അദ്ദേഹം ബദരികാശ്രമം ഗത്വ, ബദരികാശ്രമത്തിൽ ചെന്ന് നരനാരായണനായിരിക്കുന്ന ആ ഭഗവാനെ സേവമാനഃ, സേവിച്ചിട്ട് കാലേന, കാലം കൊണ്ട് മുക്തിം മുക്തിയെ പ്രാപിച്ചു. തതഃ സ്വപുത്രേ സർവേഷാം പ്രീതിം ദൃഷ്ട്വാ, അങ്ങനെ ആ സ്വന്തം പുത്രനിൽ സർവർക്കും ഉള്ള പ്രീതിയെ കണ്ടിട്ട് ദൃഷ്ട്വാ ധർമ്മരക്ഷണാർത്ഥം ഋഷഭദേവം, ആ ധർമ്മരക്ഷണാർത്ഥം, ധർമ്മത്തെ രക്ഷിക്കാനായിക്കൊണ്ട് ആ ഋഷഭദേവനെ രാജ്യേഭിഷിച്യ, രാജ്യാഭിഷേകം ചെയ്യിച്ചിട്ട് ബ്രാഹ്മണാനാം ഉത്സംഗേ, ബ്രാഹ്മണരുടെ ആ സമീപത്തെ കൊണ്ടുപോയിട്ട് വേണ്ട ഉപദേശങ്ങളെയൊക്കെ കൊടുത്ത് നിധായ, സ്വയം ഏൽപ്പിച്ചിട്ട്, സ്വന്തം പത്നിയാ സഹ, പത്നിയോട് കൂടിയിട്ട് ബദരികാശ്രമം ഗത്വ, ബദരികാശ്രമത്തിൽ പോയി നരനാരായണം സേവമാന, നരനാരായണ ഭഗവാനെ സേവിച്ച് കാലേന, കാലം കൊണ്ട് മുക്തിയെ പ്രാപ എന്നാണ്. അപ്പോൾ തതഃ സ്വപുത്രേ സർവേഷാം പ്രീതിം ദൃഷ്ട്വാ ധർമ്മരക്ഷണാർത്ഥം ഋഷഭദേവം രാജ്യേഭിഷിച്യ ബ്രാഹ്മണാനുമുത്സംഗേ നിധായ സ്വയം പത്ന്യാ സഹ ബദരികാശ്രമം ഗത്വാ നരനാരായണം സേവമാന കാലേന മുക്തിം പ്രാപ എന്നാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകം. കോന്നു തൽ കർമ്മരാജർഷേർ നാഭേരന്വാചരേൽ പുമാൻ അപത്യതാം അഗാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണ. കോന്നു തൽ കർമ്മരാജർഷേർ നാഭേരന്വാചരേൽ പുമാൻ അപത്യതാം അഗാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണ. കഹ പുമാന്നു, ഏതൊരു മനുഷ്യനാണ്, നാഭേഹേ, ആ നാഭിയുടെ, തത്കർമ്മ, ആ കർമ്മത്തെ, അന്വാചരേത്, അനുകരിക്കുക, യസ്യ, യാതൊരാളുടെ, ശുദ്ധേന കർമ്മണ, ആ പരിശുദ്ധമായിരിക്കുന്ന കർമ്മത്താൽ, ഹരി, ആ മഹാവിഷ്ണു, അപത്യതാം, പുത്രത്വത്തെ, അഗാത്, പ്രാപിച്ചു, പുത്രത്വത്തെ കൊടുത്തു. അങ്ങനെയുള്ള ആ നാഭിയെ ആരാണ് അനുകരിക്കാതിരിക്കുക? അത്രയും മഹാത്മാവാണെന്ന് അർത്ഥം. കോന്നു തത് കർമ്മരാജർഷേർ നാഭേരന്വാചരേത് പുമാൻ. കഹ പുമാന്നു, ഏതൊരു മനുഷ്യനാണ്, നാഭേഹേ, ആ നാഭിയുടെ, തത് കർമ്മ, ആ കർമ്മത്തെ, അന്വാചരേത്, അനുകരിക്കാതിരിക്കുക, യസ്യ, യാതൊരാളുടെ, ശുദ്ധേന കർമ്മണ, പരിശുദ്ധമായിരിക്കുന്ന കർമ്മത്താൽ, ഹരിഹി, മഹാവിഷ്ണു, അപത്യതാം, പുത്രത്വത്തെ, അഗാത്, പ്രാപിച്ചു. കഹ പുമാൻ നാഭേഹേ തൽ കർമ്മ അന്വാചര യസ്യ ശുദ്ധേന കർമ്മണ ഹരിഹി അപത്യതാം അഗാത്. ഏതൊരു മനുഷ്യനാണ് ആ നാഭിയുടെ ആ കർമ്മത്തെ അനുകരിക്കാതിരിക്കുക? യാതൊരാളുടെ ആ പരിശുദ്ധമായിരിക്കുന്ന കർമ്മത്താൽ മഹാവിഷ്ണു പുത്രത്വത്തെ
പ്രാപിച്ചു. അവിടെ ആ പുത്രത്വത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പൊരു ശ്ലോകം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് പറയുന്നുണ്ട് യസ്യഹ പാണ്ഡവേയ ശ്ലോക ഉദാഹരന്തി എന്ന് പറയുന്നുണ്ട്. യസ്യഹ പാണ്ഡവേയ ശ്ലോക ഉദാഹരന്തി. എന്നിട്ടാണ് ശ്ലോകം ചെല്ലുന്നത്. കോന്നു തത് കർമ്മ രാജർഷേർ. അപ്പോൾ പാണ്ഡവേയ എന്ന് പറഞ്ഞാൽ പാണ്ഡവ കുലജാത, പാണ്ഡവ കുലജാതനാണ് ആര്? ആ നാഭി. യസ്യ യാതൊരുവനെ സംബന്ധിച്ച ശ്ലോകവും, ഈ രണ്ട് ശ്ലോകങ്ങൾ ഉദാഹരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യസ്യഹ പാണ്ഡവേയ ശ്ലോകാ ഉദാഹരന്തി. പാണ്ഡവേയ ഹേ പാണ്ഡവ കുലജാത യസ്യ യാതൊരുവനെ സംബന്ധിച്ച ശ്ലോകവും, രണ്ട് ശ്ലോകങ്ങൾ ഉദാഹരിക്കുന്നു. രാജശ്രേ നാഭേ രാജർഷിയായിരിക്കുന്ന നാഭിയുടെ തത് കർമ്മ ആ കർമ്മത്തെ കപ്പുമാൻ നു ഏതൊരു പുരുഷൻ അന്വാചരേത് അനുചരിക്കും. യസ്യ യാതൊരുവൻ്റെ ശുദ്ധേന കർമ്മണ പരിശുദ്ധമായിരിക്കുന്ന കർമ്മത്താൽ ഹരിഹി ശ്രീ ഭഗവാൻ അപത്യതാം പുത്രഭാവത്തെ അകാൽ പ്രാപിച്ചു. അപ്പോൾ അലയോ പരീക്ഷിത്തേ ആണ്. ഈ നാഭിയെ പ്രകീർത്തിച്ചുകൊണ്ട് വിദ്വാൻമാർ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. അതാണ് പറയുന്നത്. അവയാണ് തുടർന്നുള്ളവ. യാതൊരാളുടെ വിശുദ്ധമായ യജ്ഞത്തിൽ ഭഗവാൻ സാക്ഷാത്തായിട്ട് ദർശനം നൽകി പിന്നീട് പുത്രനായി ജനിച്ചുവോ അപ്രകാരമുള്ള രാജർഷിയായ നാഭിയെ ആർക്കാണ് അനുകരിപ്പാൻ സാധ്യമാവുക? അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. ആർക്കാണ് അനുകരിപ്പാൻ സാധ്യമാവുക എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹേ പാണ്ഡവകുലത്തിൽ ജനിച്ച ഭക്തനായിരിക്കുന്ന പരീക്ഷിത്തെ, നാഭിയുടെ യശസ്സിനെ വർണ്ണിക്കുന്നതിനായി പൂർവ കവികൾ ഈ രണ്ട് പദ്യങ്ങൾ ഉദാഹരിക്കുന്നു. രാജർഷിയായിരിക്കുന്ന നാഭിയുടെ ആ കർമ്മത്തെ അനുസരിച്ച് കർമ്മം ചെയ്യുവാൻ ലോകത്തിൽ ആർക്ക് സാധിക്കും? യാതൊരുവൻ്റെ ഭക്തിഭാവത്താൽ പരിശുദ്ധമായിരിക്കുന്ന കർമ്മം നിമിത്തം പ്രസന്നനായിരിക്കുന്ന ശ്രീ ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷത്തെ യാതൊരു നാഭിയെ സംബന്ധിച്ച രണ്ട് ശ്ലോകങ്ങൾ പറയുകയാണ്. ഹരി ശുദ്ധേന കർമ്മണ യസ്യ അപത്യതാമഗാത് തസ്യ രാജർഷേ നാഭേ തൽ കർമ്മ കു അന്വാചരേത്. സാക്ഷാൽ തന്തിരുവടി പരിശുദ്ധ കർമ്മത്താൽ സന്തുഷ്ടനായിട്ട് യാതൊരാളുടെ പുത്രനായിട്ട് ആവിർഭവിച്ചുവോ ആ രാജർഷിയായ നാഭിയുടെ ആ അത്ഭുത കർമ്മത്തെ ആർക്ക് അനുകരിക്കുവാൻ കഴിയും? ആർക്കും കഴിയുകയില്ലെന്നുള്ള ഭാവം ആണ് ഇവിടെ വരുന്നത്. അപ്പം അത് യസ്യഹ പാണ്ഡവേയ ശ്ലോക ഉദാഹരന്തി കോന്നു തത് കർമ്മ രാജർഷേ നാഭേർ അന്വാചരേത് പുമാൻ അപത്യതാം അഗാത് യസ്യ ഹരിഹി ശുദ്ധേന കർമ്മണ. കർമ്മണ എന്നാണ് ആദ്യത്തെ ശ്ലോകം. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ വന്നത് ഏവം നാഭയെ പ്രസിദ്ധ കർമ്മ, പ്രകാരം പ്രസിദ്ധനായിരിക്കുന്ന ആ നാഭിയുടെ കർമ്മം പുമാനാചരേത് യസ്യ ആർക്ക് ആചരിക്കാൻ, ഏത് പുരുഷന് ആചരിക്കാൻ സാധിക്കും? യസ്യ ശുദ്ധകർമ്മണ ഹരി, ആ അദ്ദേഹത്തിൻ്റെ ശുദ്ധകർമ്മങ്ങളെ കൊണ്ട് തന്നെ ഹരി സ്വന്തം പുത്രനായിട്ട് പ്രാപ്ത, അദ്ദേഹത്തിന് പ്രാപിക്കാനായി. ഏവം നാഭയെ പ്രസിദ്ധം കർമ്മ, പ്രകാരം നാഭിയുടെ പ്രസിദ്ധമായിരിക്കുന്ന കർമ്മം കഹ പുമാനാചരേൽ, ഏത് പുരുഷനാണ് ആചരിക്കാൻ സാധിക്കുക?
തസ്യ അദ്ദേഹത്തിൻ്റെ ശുദ്ധകർമ്മത്താൽ ഹരിപുത്രത്വേ പ്രാപ്ത ഹരിയായിരിക്കുന്ന പുത്രത്വത്തെ പ്രാപിച്ചു അദ്ദേഹം. ഏവം നാഭേ പ്രസിദ്ധം കർമ്മക പുമാനാചരേ യസ്യ ശുദ്ധകർമ്മണ ഹരി പുത്രത്വം പ്രാപ്ത. അതാണ് അതിലത്തെ വ്യാഖ്യാനം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.